ടെയൂൺ ക്ലിനിക്കൊക്കെ അടച്ചു. എന്നിട്ട് വോണ്ടിയ വാക്കിന് വേണ്ടിയിട്ട് പോകാൻ തീരുമാനിച്ചു. എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയാണ് അവനത് ജംഗ്ഹുനെ വിളിച്ചറിയിക്കുന്നത്. ഞാൻ ഒളിച്ചോടുവൊന്നുമല്ല, നിന്നോട് പറയാൻ ഞാൻ മറന്നുപോയി എന്നാണ് പറയുന്നത്. അത് കള്ളമാണെന്ന് ജംഗ്ഹുന് മനസ്സിലാവും. പക്ഷെ നീ കാരണമല്ല ഞാൻ പോകുന്നത്, അങ്ങനെ ഓർത്ത് നീ വിഷമിക്കണ്ട എന്നൊക്കെ ഇവൻ പറഞ്ഞ് ആശ്വസിപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും നേരത്തെ പറയാത്തതിൽ ജംഗ്ഹുന് സങ്കടമുണ്ട്. എനിക്ക് നേരിട്ടൊന്ന് യാത്ര പറയാൻ പോലും പറ്റിയില്ലല്ലോ എന്ന് പറയും. എന്നത്തേക്കാണ് തിരിച്ചു വരുന്നതെന്ന് ചോദിക്കുമ്പോൾ അവിടെ ചെന്നിട്ട് തീരുമാനിക്കത്തേ ഉള്ളൂ എന്നാണ് ടെയൂൺ മറുപടി പറയുന്നത്. അപ്പൊ അവൻ ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ജംഗ്ഹുന് മനസ്സിലാവും. ചെന്ന് കഴിയുമ്പോൾ എന്നെ വിളിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അവൻ കോള് കട്ട് ചെയ്യുന്നത്. ഹാജൻ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഫോട്ടോസിന്റെ താഴെ മുഴുവൻ നെഗറ്റീവ് കമന്റ്സ് ആണ്. എന്നാലും സ്വന്തം ബെസ്റ്റ് ഫ്രണ്ടിന്റെ ബോയ് ഫ്രണ്ടിനെ എങ്ങനെയാണ് ഡേറ്റ് ചെയ്യാൻ തോന്നിയെന്നൊക്കെ ചോദിച്ചിട്ട് എല്ലാവരും അവളെ കുറ്റപ്പെടുത്തുവാണ്. താഴെ നോക്കുമ്പോൾ ഹാക്കിംഗ് അവിടെ ഇല്ല. അങ്ങനെ അവൾക്ക് ഒരു മെസ്സേജ് വരും, എനിക്ക് അത്യാവശ്യമായിട്ട് ഏജൻസി വരെ പോകേണ്ട ഒരു ആവശ്യം വന്നു, അതുകൊണ്ട് വരാൻ താമസിക്കും, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, കഴിച്ചോണം എന്നാണ് അതിൽ എഴുതിയേക്കുന്നത്. റിപ്പോർട്ടർ പാർക്ക് പാട്ടൊക്കെ പാടി സ്നാക്സ് ഒക്കെ കഴിച്ച് വരുന്ന സമയത്ത് പുറകുന്ന് ആരോ വേസ്റ്റ് നിറച്ച ഒരു ബക്കറ്റ് അയാളുടെ തലയിൽ കൊണ്ടുവന്ന് ഇടും. അതിന്ന് വേസ്റ്റ് മുഴുവൻ അയാളുടെ ദേഹത്താവും. കുടിയിട്ട ഒരാളായിരുന്നു. ആരാണെന്ന് റിപ്പോർട്ടർ പാർക്കിന് കാണാൻ പറ്റുന്നില്ല. ഫ്രണ്ടിലേക്ക് ഓടി പോകുമ്പോഴത്തേക്കിനും അത് ചൂളായിരുന്നെന്ന് നമുക്ക് മനസ്സിലാവും. അവൻ ചിരിച്ചോണ്ടാണ് അവിടുന്ന് പോകുന്നത്. ഹാജന് വേണ്ടിയിട്ട് അത്രയെങ്കിലും പ്രതികാരം ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ള സന്തോഷമാണ് അവന്. ഹാജൻ ഏജൻസിയിലേക്ക് വരും. അവിടെ വെച്ച് ചൂളിനെ കാണും. അവിടെ നന്നായിട്ടാണ് അവൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. ദേഷ്യമൊന്നുമില്ല അവക്കെന്ന് ചൂളിനെ മനസ്സിലാവും. അവിടേക്ക് ചെല്ലുമ്പോൾ മിസ് പാർക്കും ഹാക്കിങ്ങും എല്ലാം ആരോടൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം ഇവളെന്തോ കോൺട്രാക്ട് തെറ്റിച്ചു, അതുകൊണ്ട് പെനാൽറ്റി കൊടുക്കണം എന്നുള്ള രീതിക്കാണ് ഇങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹാജൻ ക്രിമിനൽ ഒന്നും അല്ലല്ലോ, അവൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ ഇവർ സംസാരിക്കുന്നതെല്ലാം ഹാജൻ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. റിപ്പോർട്ടർ പാർക്കിന്റെ ലൈവ് ബ്രോഡ്കാസ്റ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ആൾക്കാരെ ഇവളെ ക്രിറ്റിസൈസ് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ പുതിയ വന്ന ഓഫേഴ്സ് എല്ലാം ആ പ്രൊഡക്ഷൻ കമ്പനീസ് എല്ലാം ക്യാൻസൽ ചെയ്യുന്നുണ്ട്. ഓൾറെഡി അഡ്വർടൈസ്മെന്റിനൊക്കെ ഷൂട്ട് കഴിഞ്ഞായിരുന്നു, അവരൊക്കെ പെനാൽറ്റി ആവശ്യപ്പെടുവാണ്. ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും അത് തന്നെ ഫോളോ ചെയ്യും. നമുക്കത് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം ഓരോ ഓഫറും ഹാജനില്ല എന്ന് മിസ് പാർക്ക് അവളോട് പറയും. കുറെ നാൾ മുമ്പ് ഒരു ഫോറിൻ ഓഫർ വന്നിട്ടുണ്ടായിരുന്നു. ഇവർക്ക് ഡേറ്റ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അത് മാറ്റി വെച്ചേക്കുമായിരുന്നു. ഒരു ഓഡീഷന് ചെല്ലണം എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് വേണമെങ്കിൽ അത് നോക്കാമെന്ന് ഹാജനോട് അവർ പറയും. ജംഗ്ഹുന്റെ ചാനലിലും കാര്യങ്ങൾ അത്ര പന്തിയല്ല. മിസ്റ്റോയെ ചാനൽ ഹെഡ് വിളിച്ചിട്ട് ജംഗ്ഹുനെ ഫയർ ചെയ്യണം, പുതിയൊരാളെ കണ്ടുപിടിക്കണം എന്ന് പറയും. റീസൺ ഒന്നും ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരണ്ടല്ലോ, എല്ലാവരും അവനെ അഗൻസ്റ്റ് ആണ്, അതുകൊണ്ട് ആളെ മാറ്റണം എന്നാണ് പറയുന്നത്. പക്ഷെ മിസ്റ്റോയ് സമ്മതിക്കത്തില്ല, അവന് വേണ്ടിയിട്ട് വാദിക്കും. സാർ അത് പറയാനായിട്ട് പാടില്ല, ജംഗ്ഹുൻ വന്നതിന് ശേഷമാണ് നമ്മളുടെ ചാനൽ ഇത്രയും പോപ്പുലർ ആയത്, ന്യൂസ് സെഗ്മെന്റിന് ഒരു ക്രെഡിബിലിറ്റി വന്നത്, കൂടുതൽ ആളുകൾ കാണാനായിട്ട് തുടങ്ങിയത്, അതെല്ലാം ജംഗ്ഹുൻ കാരണമാണ്. അതൊന്നും മറക്കാനായിട്ട് പറ്റത്തില്ല. ഈ ബഹളമൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ അങ്ങ് നിൽക്കും. അതുവരെ നമുക്ക് ജംഗ്ഹുനെ വെച്ച് തന്നെ ന്യൂസ് സെഗ്മെന്റ് ചെയ്യണം എന്നുള്ള രീതിക്കാണ് മിസ്റ്റോയ് സംസാരിക്കുന്നത്. അത് അയാൾക്ക് ഇഷ്ടപ്പെടത്തില്ല. ഇയാൾ ഞാൻ പറയുന്നത് കേട്ടാൽ മതി എന്ന് അയാൾ പറയുമ്പോഴത്തേക്കിനും അങ്ങനെയാണെങ്കിൽ സാറ് എന്നെയും ഫയർ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞിട്ടാണ് മിസ്റ്റോയ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. മിസ്റ്റോയും ചാനൽ ഹെഡും തമ്മിൽ ഇങ്ങനൊരു സംസാരം നടന്നു എന്ന് വേറൊരാൾ പറഞ്ഞ് മിസ്റ്റർ കിം അറിയും. കിമ്മിന്റെ മുഖം കാണുമ്പോൾ എന്ത് പ്രശ്നമുണ്ടെന്ന് ആങ്കറിലേക്ക് മനസ്സിലാവും. അവൻ വീണ്ടും വീണ്ടും ചോദിക്കുമ്പോഴും അയാൾ പറയത്തില്ല. അപ്പൊ അവനെ പറ്റിയിട്ടുള്ള എന്തോ കാര്യമാണെന്ന് അവന് മനസ്സിലാവും. നിർബന്ധിക്കുമ്പോൾ അയാൾ കാര്യം പറയും. ആദ്യത്തെ പ്രാവശ്യം ഓൾറെഡി മിസ്റ്റോയ്ക്ക് വാർണിംഗ് കിട്ടിയതായിരുന്നു. ഇപ്പോൾ രണ്ടാമത് ആയതിനു ശേഷം അവര് മിസ്റ്റോയെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ആളെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് കിം അവനോട് പറയും. ഒരുപാട് ആലോചിച്ചതിന് ശേഷം റെസിഗ്നേഷൻ ലെറ്ററുമായിട്ട് മിസ്റ്റോയെ കാണാനായിട്ട് ജംഗ്ഹുൻ വരും. മിസ്റ്റോയെ അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. പക്ഷെ ജംഗ്ഹുൻ അത് തിരിച്ചു വാങ്ങിക്കത്തില്ല. ഇവിടെ ഞാൻ ആദ്യം വന്നപ്പോൾ മുതൽ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ കാരണം മിസ്റ്റോയെ സഫർ ചെയ്യേണ്ട കാര്യമില്ല, ഞാനിത് ആലോചിച്ചെടുത്ത തീരുമാനമാണെന്ന് പറഞ്ഞിട്ടാണ് അവൻ അവിടുന്ന് പോകുന്നത്. വീട്ടിൽ വന്നതിന് ശേഷം ആങ്കർലി ഹാജനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഫോൺ എടുക്കും. പക്ഷെ വിളിക്കാനായിട്ട് പറ്റുന്നില്ല. അന്നേരം അവന് ഹാജന്റെ കോള് വരും. കോള് വരുമ്പോൾ തന്നെ അവൻ എനിക്കൊരു കാര്യം കൺഫേസ് ചെയ്യാനായിട്ടുണ്ട്, ഞാൻ ഇന്ന് റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തു, നേരത്തെ ഡിസ്കസ് ചെയ്യാൻ പറ്റിയില്ല, അതിന് അപ്പോളജൈസ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ കാര്യങ്ങൾ പ്രശ്നമാണെന്ന് ഹാജന് മനസ്സിലാവും. അവൾക്ക് അന്ന് രാത്രി ഉറങ്ങാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അവൾ ഉണർന്നിരിക്കുന്നത് ഹാക്കിംഗ് കാണും. എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ സ്റ്റേറ്റ്സിലേക്ക് പോകാനായിട്ട് തുടങ്ങുകയാണ്, നമുക്ക് വന്ന ആ ഓഫർ കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് മിസ് പാർക്കിൻ്റെ അടുത്ത് പറയണം, ആ ഓഡീഷന് പോകാനായിട്ട് ഞാൻ തീരുമാനിച്ചു എന്ന് പറയും. ഹാക്കിംഗ് റിപ്പോർട്ടർ ജോയെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ പറയും. ഞാൻ US പോവാണ്, ചിലപ്പോൾ തിരിച്ചു വരാൻ 1 വർഷമോ അതിൽ കൂടുതലോ എടുക്കും, നമ്മൾ ഡേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് എനിക്കറിയാം, അതുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ പറയാൻ പറ്റത്തില്ലെന്നും എനിക്കറിയാം, അതുകൊണ്ട് വേണമെങ്കിൽ ബ്രേക്കപ്പ് ആവാം എന്നാണ് അവൾ പറയുന്നത്. അപ്പോൾ അവൻ തിരിച്ചു ചോദിക്കുന്നത് ഇയാൾക്ക് ബ്രേക്കപ്പ് ആവണമെന്നുണ്ടോ എന്നാണ്. ഇല്ല എന്ന് അവൾ പറയുമ്പോൾ എനിക്ക് അതിന് താല്പര്യമില്ല, എനിക്ക്
US-ലേക്ക് പോകാനായിട്ട് ഒരവസരം വന്നിട്ടുണ്ടായിരുന്നു. ഞാനത് വേണ്ടാന്ന് വെച്ചേക്കുമായിരുന്നു. കറസ്പോണ്ടന്റ് ആയിട്ട് പോകാനായിട്ട് അപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനത് ചെയ്യാനായിട്ട് പോവാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് പോകാമല്ലോ എന്ന് അവൻ ചോദിക്കും. അപ്പൊ അത്ര ഈസി ആയിട്ട് കിട്ടുന്ന ഒരു കാര്യമാണോ എന്ന് ഹാക്കിങ് തിരിച്ച് ചോദിക്കുന്നുണ്ട്. പക്ഷെ അവൻ പോസിറ്റീവായിട്ടാണ് മറുപടി പറയുന്നത്. ആങ്കർ ലീക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാമോ എന്ന് റിപ്പോർട്ടർ ജോ ഹാക്കിങ്ങിന്റെ അടുത്ത് ചോദിക്കും. ഹാദിൻ പറഞ്ഞു കാണാൻ വഴിയില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് അവൾ വന്ന് ജംഗ്ഹൂണിനെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ അവനോട് പറയും. ജംഗ്ഹൂൺ ഹാദിനെ വിളിച്ചിട്ട് മീറ്റ് ചെയ്യണം എന്ന് പറയും. വരുന്നുണ്ടെ ഹാക്കിംഗ് ഒക്കെ എവിടം വരെ ആയി എന്നാണ് ചോദിക്കുന്നത്. ഹാക്കിംഗ് എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നോട് പറയുവാണെങ്കിൽ സ്റ്റേറ്റ്സിൽ പോകാൻ ഞാൻ സമ്മതിക്കത്തില്ലെന്ന് വിചാരിച്ചിട്ടാണോ പറയാതിരുന്നതെന്ന് അവൻ ചോദിക്കും. ഇതുവരെ ചെയ്തു തന്ന ഉപകാരങ്ങൾക്കൊക്കെ നന്ദിയുണ്ട്. നമുക്ക് ഇവിടെ വെച്ച് പിരിയാം. നമ്മൾ രണ്ടുപേരും കൂടി ഈ ബന്ധമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് രണ്ടുപേർക്കും ദോഷം വരുത്തത്തേ ഉള്ളൂ എന്ന് അവൾ പറയും. ഞാൻ ഇയാളുടെ കൂടെ എന്നും കാണുന്ന പ്രോമിസ് തന്നിട്ടുണ്ടായിരുന്നു. ആ പ്രോമിസ് കീപ്പ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല എന്ന് ജംഗ്ഹൂൺ വീണ്ടും പറയുന്നുണ്ടെങ്കിൽ ഹാദിനൊന്നും മിണ്ടുന്നില്ല. അവൾക്ക് ഇതാണ് വേണ്ടുന്നതെന്ന് അവന് മനസ്സിലായിട്ടുണ്ട്. അവൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്നും അവനറിയാം. അതുകൊണ്ട് തന്നെ അവൻ സമ്മതിക്കും. ഇയാളുടെ കൂടെ സ്പെൻഡ് ചെയ്ത ഓരോ നിമിഷവും എനിക്ക് വിലപ്പെട്ടതാണ്. അതെൻ്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മൊമെന്റ്സ് ആയിരുന്നു. അത് ഞാൻ ഒരിക്കലും മറക്കത്തില്ല. ഇയാൾക്ക് എന്നെ മറക്കാൻ പറ്റത്തില്ല എന്ന് എനിക്കറിയാം. പക്ഷെ അത് നമ്മുടെ പാസ്റ്റ് ആണ്. അത് അംഗീകരിച്ചിട്ട് ഇനിയുള്ള ലൈഫുമായിട്ട് മുന്നോട്ട് പോകണം. വേറെ ഒന്നും ആലോചിക്കരുത്. ഹാപ്പി ആയിട്ടിരിക്കണം, നന്നായിട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഹാദിൻ അവിടുന്ന് പിരിയുന്നത്. ലാസ്റ്റ് കണ്ടു കഴിയുമ്പോൾ കരഞ്ഞ മുഖത്തോടുകൂടിയാണ് അവൾ തിരിച്ചു പോയതെന്ന് ഒരിക്കലും ജംഗ്ഹൂൺ ഓർക്കരുതെന്ന് അവൾക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കരയാതെ പിടിച്ചു നിൽക്കും. പക്ഷെ അവിടുന്ന് തിരിഞ്ഞു നടന്നു കഴിയുമ്പോൾ ഹാദിൻ കരയുന്നുണ്ട്. 2 വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യമാണ് കാണിക്കുന്നത്. അതേ ചാനലില് ന്യൂസ് റിപ്പോർട്ടറായിട്ട് ജോലി ചെയ്യുകയാണ് ജംഗ്ഹൂൺ ഇപ്പോൾ. അവനൊരു ആങ്കർ അല്ല. റിപ്പോർട്ടർ ജോയും അവിടെ തന്നെയുണ്ട്. അവൻ കറസ്പോണ്ടന്റ് ആയിട്ട് അപ്ലൈ ചെയ്തെങ്കിലും കിട്ടിയില്ല. അതുകൊണ്ട് ഹാക്കിങ്ങിന്റെ കൂടെ US-ലേക്ക് പോകാനായിട്ട് പറ്റിയില്ല. ഇടയ്ക്കിടയ്ക്ക് സങ്കടം വരുമ്പോൾ സോജു ഒക്കെ കുടിച്ചിട്ട് ബോധം പോകാറാവുമ്പോൾ അവൻ ജംഗ്ഹൂണിനെയാണ് കൂട്ടിന് വിളിക്കുന്നത്. എനിക്ക് ഹാക്കിങ്ങിനെ മിസ് ചെയ്യുന്നു, ജംഗ്ഹൂണിന് ഹാദിനെ മിസ് ചെയ്യുന്നില്ലേ, ഹാക്കിങ്ങിനെ ഇനി എന്നാണ് എനിക്ക് കാണാൻ പറ്റുന്നതൊക്കെ അവൻ പറഞ്ഞ് കരയുന്നുണ്ടെങ്കിലും ജംഗ്ഹൂൺ മിണ്ടാതിരിക്കും. മിസ്റ്റോയ് ജംഗ്ഹൂണുമായിട്ട് മീറ്റ് ചെയ്യും. പുതിയ പ്രസിഡന്റിന് അവൻ തന്നെ ന്യൂസ് ആങ്കർ ആയിട്ട് തിരിച്ചു വരണം എന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നീ തിരിച്ചു വരണം എന്ന് പറയും. പക്ഷെ അവന് അതിന് താല്പര്യമില്ല. ഇപ്പോൾ റിപ്പോർട്ടറായിട്ട് നടക്കുമ്പോൾ എനിക്ക് ഫ്രീ ടൈം ഒക്കെ കിട്ടുന്നുണ്ട്, എനിക്ക് ഈ ലൈഫ് ഇഷ്ടപ്പെട്ടു, ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനം എന്ന് പറയുമ്പോൾ മിസ്റ്റോയ് സമ്മതിക്കത്തില്ല. നീ കാരണമാണ് ആ സെഗ്മെന്റ് അത്രയും ഹിറ്റായത്, നമ്മുടെ ചാനലിന്റെ റേറ്റിംഗ് കൂടിയത് എല്ലാം അതുകൊണ്ടാണ്. നീ അത് നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. പുതിയ പ്രസിഡന്റ് ഇങ്ങനെ ഒരു ഓഫർ തരുമ്പോൾ നീ എന്തിനാണത് വേണ്ടാന്ന് വെക്കുന്നത്? എനിക്ക് വേണ്ടിയിട്ട് തിരിച്ചു വരണം എന്ന് പറഞ്ഞിട്ട് അവനെ നിർബന്ധിക്കും. അച്ഛനും ജംഗ്ഹൂണും ഇപ്പോൾ നല്ല റിലേഷനിലാണ്. വിളിക്കുകയും ഇടയ്ക്കിടയ്ക്ക് കാണാൻ പോവുകയൊക്കെ ചെയ്യാറുണ്ട്. അവന് അന്ന് ഫ്രീ ആണ്, വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതറിയാൻ വേണ്ടിയിട്ട് അച്ഛൻ വിളിക്കുമ്പോൾ ഞാൻ ഒരു റെസ്റ്റോറൻറ്റിൽ സീറ്റ്സ് ബുക്ക് ചെയ്തിട്ടുണ്ട്, നമുക്ക് അവിടെ പോയി കഴിക്കാമെന്ന് ജംഗ്ഹൂൺ അച്ഛൻ്റെ അടുത്ത് പറയും. ഹാദിൻ ഹോളിവുഡ് മൂവീസ് ഒക്കെ ചെയ്യുകയാണ് ഇപ്പോൾ. ആദ്യത്തെ ഓഡീഷൻ പാസ്സായി ആദ്യത്തെ ഫിലിം റിലീസായി കഴിയുമ്പോഴത്തേനും ഹിറ്റാണ്. അതിന് പുറകെ അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടുന്നുണ്ട്. ഇപ്പൊ ഏത് സിനിമയിലാണ് അഭിനയിക്കുന്നതെന്നൊക്കെ അപ്ഡേറ്റ്സ് ഒക്കെ വായിച്ചിട്ട് ജംഗ്ഹൂൺ മനസ്സിലാക്കി വെക്കാറുണ്ട്. ജംഗ്ഹൂൺ അച്ഛനെ കാണാനായിട്ട് പോവുകയാണ്. വഴിയിൽ വെച്ചിട്ട് സിഗ്നൽ ആവും. അങ്ങനെ സിഗ്നലിൽ കിടക്കുന്നുണ്ടെ വെറുതെ ഇങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിലെ കാറിൽ ഹാദിൻ ഇരിക്കുന്നത് കാണും. ഹാദിൻ കൊറിയയിലേക്ക് തിരിച്ചു വന്നു എന്ന് ജംഗ്ഹൂണിന് മനസ്സിലാവും.